നമസ്കാരം. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇറാനികൾ, ഇറാനെ തരിപ്പണമാക്കുമെന്ന് അമേരിക്ക. ഇറാനുമായിട്ട് അമേരിക്ക കൊമ്പ് കോർക്കുന്നതിനാണ് ദുരൂഹമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. ഖത്തറിലെയും ബഹ്റിനിലെയും 100ഓളം വരുന്ന അമേരിക്കൻ സൈനികരെ പിൻവലിച്ചു എന്ന് ന്യൂയോർക്ക് ടൈംസ് തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും അശാന്തിയുടെ തീരത്ത് തന്നെയാണ് ഇറാൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ആദ്യം ലക്ഷ്യമിടുന്ന കേന്ദ്രങ്ങളിൽ നിന്നാണ് പിന്മാറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അമേരിക്ക വലിയ ഒരുക്കം വളരെ രഹസ്യമായി നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ അറിയാൻ കഴിയുന്നത്. അപ്പൊ ഈ നീക്കം വ്യാഖ്യാനിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ പദ്ധതി വിഷയത്തിൽ ചർച്ച നടക്കുകയാണ്. അടുത്ത മാസം നിർണായകമായുള്ള തീരുമാനം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. സമവായമായില്ല എങ്കിൽ ഇറാനെ ആക്രമിച്ച് ഭരണകൂടത്തെ മാറ്റുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി എന്ന് പറയുന്നത്. അപ്പോൾ അതിനിടെ ഇറാനിലെ ചില ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്. ഇതിന് അമേരിക്ക പൂർണ്ണമായിട്ടും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിൽ അമേരിക്കയുടെ ഏകദേശം 10,000-ലധികം വരുന്ന സൈനികർ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് US സൈനികരെ ഒഴിപ്പിക്കുന്നു എന്നതാണ് പുതിയ വാർത്ത. അപ്പോൾ അഫ്ഗാനിലും സിറിയയിലും ഇറാഖിലും അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ എല്ലാ നീക്കങ്ങളും നിരീക്ഷിച്ചിരുന്നത് അൽ ഉദൈദ് താവളം കേന്ദ്രീകരിച്ചായിരുന്നു. എന്നാൽ പുതിയ നീക്കത്തിൽ അമേരിക്ക ഇതുവരെ പ്രതികരിച്ചിട്ട് പോലുമില്ല. അപ്പൊ കഴിഞ്ഞ ജൂണിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇറാൻ തിരിച്ചടിച്ചത് ഖത്തറിലെ അൽ ഉദൈദ് വിമാനത്താവളത്തിലാണ് പക്ഷെ ആദ്യം നടത്തിയത്. അങ്ങനെ അന്ന് നഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. പക്ഷേ എന്നാൽ ഇത്തവണ കാര്യങ്ങൾ നേരെ മറിച്ചാണ്. ഇറാനെ ആക്രമിച്ച് ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യമായിട്ട് നിൽക്കുമ്പോൾ ഇസ്രായേലിന്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് അമേരിക്ക ഈ നീക്കത്തിന് മുതിരുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ യുദ്ധം തുടങ്ങിയാൽ ഇസ്രായേൽ US സൈന്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കും. ബഹ്റൈനിൽ അമേരിക്കൻ നാവികസേനാ കേന്ദ്രമുണ്ട്. ഇവിടെയുള്ള സൈനികരുടെ എണ്ണം കുറയ്ക്കുവാനും അമേരിക്ക നീക്കം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അമേരിക്കയ്ക്ക് വിശാലമായിട്ടുള്ള ലക്ഷ്യമുണ്ട് എന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം എന്നും ഒക്കെ മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇറാഖ്, സിറിയ, മറ്റൊന്ന് കുവൈത്ത്, സൗദി അറേബ്യ, ജോർദാൻ, UAE എന്നീ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും US സൈനികർ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള സൈനികരുടെ എണ്ണം അമേരിക്ക കുറച്ചിട്ടില്ല. അമേരിക്ക എല്ലാ ഒരുക്കങ്ങളും നടത്തിയ ശേഷം ആക്രമണം നടത്തുവാനുള്ള സാധ്യതയും നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. അപ്പോൾ ഇറാനോട് ചേർന്ന് കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ അമേരിക്ക ഒരുക്കി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഏത് സമയം വേണമെങ്കിലും ഒരു യുദ്ധം തുടങ്ങാം. അങ്ങനെ ഇറാനെ തച്ചു തകർക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. അങ്ങനെ അമേരിക്ക ഒരു ഇടപെടൽ നടത്തുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കുക, അടിച്ചാൽ തിരിച്ചടിക്കുക എന്നൊരു സമീപനമാണ് ഇറാൻ സ്വീകരിക്കാൻ പോകുന്നത്. അതേസമയം അമേരിക്ക ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ എല്ലാ കേന്ദ്രങ്ങളും തങ്ങൾ തിരിച്ചാക്രമിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇക്കാര്യം വിശദീകരിച്ച് UN ഇറാൻ പ്രതിനിധി കത്ത് നൽകിയിരിക്കുന്നു. മേഖലയിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അമേരിക്കയായിരിക്കും ഉത്തരവാദി എന്നും ഇറാൻ UN ബോധിപ്പിച്ചു കഴിഞ്ഞു. അതേസമയം ഇറാൻ അമേരിക്ക ആണവ ചർച്ച അത് അടുത്ത വ്യാഴാഴ്ച നടക്കുമെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ഒമാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ബദർ അൽ ബുസൈദി അറിയിച്ചു കഴിഞ്ഞു. അന്തിമ കരാറിലേക്ക് ഒരു പടി കൂടി അടുത്തുവെന്നും മാത്രമല്ല ജനീവയിൽ തന്നെയാണ് ചർച്ച നടക്കുക എന്നും പറയുന്നുണ്ട്. ചർച്ച നടന്നേക്കും എന്ന് ആദ്യം പറഞ്ഞത് ഇറാൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരഗാച്ചിയാണ്. നയതന്ത്ര പരിഹാരം സാധ്യമാണ് എന്നൊക്കെ അവർ പ്രതികരിച്ചിരുന്നു. പക്ഷെ ഇത് 3-ാം തവണയാണ് അമേരിക്കയും ഇറാനും തമ്മിൽ അങ്ങനെ ഒരു ചർച്ച നടത്തുന്നത്. ഒരു ഭാഗത്ത് ചർച്ചയും മറുഭാഗത്ത് പടയൊരുക്കവും നടക്കുമ്പോൾ 3-ാം വട്ട ചർച്ചയ്ക്ക് അതീവ പ്രാധാന്യമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 2-ാം വട്ട ചർച്ചയിൽ കരാറിന്റെ പൊതുതത്വങ്ങളിൽ ധാരണയായിരുന്നു. കരട് രേഖ ഇരു രാജ്യങ്ങളും പരിശോധിക്കാൻ തീരുമാനിച്ചിരുന്നു. തുടർന്നുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അന്തിമ കരാറിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇറാന്റെ ബാലിസ്റ്റിക് പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കരാറിന്റെ ഭാഗമാകുമോ എന്നാണ് ഇപ്പോൾ അറിയാനുള്ളത്. ജനീവയിൽ ഒമാന്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടന്നത്. ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്ന് തെളിയിക്കാൻ പരിശോധനകൾക്ക് തയ്യാറാണ് എന്നും എന്നാൽ ആണവ സംവിധാനം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെടുന്നത് ഇറാന് ആണവ സംവിധാനമേ പാടില്ല എന്നാണ്. അപ്പോൾ അത് നടക്കുന്ന കാര്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം അമേരിക്ക ഇസ്രായേലിനോടൊപ്പം നിന്ന് അത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ ഇറാനെ തകർക്കുവാനുള്ള ലക്ഷ്യത്തിലേക്ക് പോകും. മാത്രമല്ല മിസൈൽ ആക്രമണങ്ങൾ തന്നെ തുടങ്ങുവാനും സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അടി ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചടി വളരെ ഭയാനകമായിരിക്കും. അത് ഇസ്രായേലിനായിരിക്കും ആദ്യം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അന്തിമ കരാറിൽ എന്താകും ഉണ്ടാവുക എന്നതിൽ പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. 1 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കുവാൻ ഇറാൻ തയ്യാറായേക്കുമെന്നും അതിനിടയിൽ ഒരു കൺസോർഷ്യം രൂപീകരിച്ച് അതിന്റെ മേൽനോട്ടത്തിൽ വീണ്ടും യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നീങ്ങിയേക്കും എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ട്. നിലവിലുള്ള ഒരു സാഹചര്യം, നിലവിലുള്ള ഈ യുറേനിയം ശേഖരം ആണവോർജ ഏജൻസിയുടെ കസ്റ്റഡിയിലേക്ക് കൈമാറണമെന്നാണ് അമേരിക്കയുടെ മറ്റൊരു ആവശ്യം. എന്നാൽ ഇതിലൊന്നും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഇറാന് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് നിലവിൽ നീണ്ടുപോകാൻ മറ്റൊരു കാരണം. അപ്പോൾ ഇക്കാര്യത്തിലടക്കം ധാരണയെത്താൻ കഴിയുമോ എന്നതാണ് അറിയാനുള്ളത്. യുറേനിയം സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്തുന്നതിന് പകരമായിട്ട് എണ്ണ വ്യാപാരത്തിലടക്കം ഇളവുകൾ നൽകിക്കൊണ്ടുള്ള നിലപാടിലേക്ക് ഇരുപക്ഷവും എത്തിയേക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ
വരുന്ന വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ച എന്ന് പറയപ്പെടുന്ന ലോകം അതീവ പ്രാധാന്യത്തോടു കൂടി വീക്ഷിക്കുന്നതാണ്. ആ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ നയതന്ത്ര പരിഹാരമോ അതോ യുദ്ധമോ എന്നത് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഏതെങ്കിലും തരത്തിൽ ഇറാനെ ആക്രമിക്കുവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇറാനെ തകർക്കുക, ഇറാനെ തകർത്ത് തരിപ്പണമാക്കുക എന്നത് അമേരിക്കയുടെ ലക്ഷ്യങ്ങളിലൊന്നാകുന്നത്. അത് ഇസ്രായേലിന്റെ കൂടി പിൻബലത്തോടു കൂടിയാണ്. ഖത്തറിലും ബഹ്റിലും ദുരൂഹമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ, ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാതെ അമേരിക്ക മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഇറാനികൾ വളരെ കടുത്ത സമ്മർദ്ദത്തിലാണ്. അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ: അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, അത് ഉറപ്പാണ്, അത് ഏത് അമേരിക്കയാണെങ്കിലും ഞങ്ങൾ അടിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും വരുന്ന വ്യാഴാഴ്ച നടക്കുന്ന സമാധാന ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഒരു യുദ്ധമാണോ അല്ലെങ്കിൽ നയതന്ത്ര പരിഹാരമാണോ ഉണ്ടാകുന്നത് എന്ന് അറിയാൻ കഴിയും.